സ്റ്റാർട്ട് ചെയ്തു. ഡിയേഴ്സ്, നമസ്കാരം. ഞാൻ വുമൺ എംപവർമെന്റ് വിത്ത് EFT എന്ന കോഴ്സ് കഴിഞ്ഞ മാസം ചെയ്തിരുന്നു. അതിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനും നേടേണ്ടത് നേടാനും അറിയേണ്ടത് അറിയാനും പറയാനും ഒക്കെ ഒരുപാട് എനിക്ക് ഗുണം ചെയ്തു. അതിന് ആദ്യമായി ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് നൽകിയ വിനിഷ മാമിനും ഷാബ് സാറിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഞാനെടുത്ത ടോപ്പിക്ക് ജീവിതത്തിൽ നമ്മൾ പകച്ചു നിൽക്കേണ്ടതല്ല, പൊരുതി നേടേണ്ടതാണ് എന്ന്. നമുക്കറിയാം, നമ്മുടെ ജീവിതം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ, അതുപോലെ തന്നെ സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു വഴികളിലൂടെ കടന്നു പോവുകയാണ്. പലപ്പോഴും നമ്മൾ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം ഏത് വഴിയിലൂടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്നും പല രീതിയിലും നമുക്കത് പ്രയാസപൂരിതമായ ഒരു ആപൽഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തളർന്നു പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതം മാറ്റങ്ങളുടെ ആകെത്തുകയാണെന്ന്. ആ ജീവിതത്തില് അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നമ്മൾ ആ മാറ്റം അംഗീകരിക്കുക. അതിന് പുതിയ തുടക്കത്തെയും നമ്മൾ അതിനെ അനുകൂലിച്ച് മാറ്റത്തെ അവഗണിക്കാതെ ഓരോ മാറ്റവും ഒരു വെല്ലുവിളിയായി ജീവിതത്തിൽ നേരിടുക. നാളെ എന്താണ് സംഭവിക്കുക ജീവിതത്തിൽ എന്നോർത്ത് ഇന്ന് വിലപിച്ചാൽ ഇന്നത്തെ ജീവിതത്തിന്റെ നിറം കെടും. ഒരു മനോഹരമായ ജീവിതത്തിന് നിറം ചാർത്താൻ നമ്മുടെ ജീവിതത്തിൽ നാളത്തെയും ഇന്നലത്തെയും കാര്യം ഓർത്ത് വിലപിച്ചാൽ നമുക്കതിന് സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട ഓരോ കാര്യത്തെയും വിലപിച്ചു കൊണ്ടിരിക്കാതെ ഇന്നിൽ ജീവിക്കാൻ നമ്മൾ എല്ലാവരും വളരെ താല്പര്യത്തോടെ മുന്നോട്ട് വരിക. ജീവിതം എന്തെന്ന് പഠിക്കുകയും ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ആഗ്രഹിച്ചതല്ല നമുക്ക് കിട്ടുന്നതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതെല്ലാം നമുക്ക് കിട്ടണമെന്നില്ല, കിട്ടുന്നതെല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. എന്നിട്ടും നമ്മൾ ജീവിക്കുന്നു, എന്നിട്ടും ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, സ്നേഹിക്കുന്നു. അതാണ് ജീവിതം. നമ്മുടെ പ്രതീക്ഷകൾക്ക് കരുത്ത് പകരുന്ന ചിന്തകളിലൂടെ വിജയത്തിലേക്ക് കുതിക്കുകയും സ്വപ്നം കാണാനും സ്വപ്നം നേടാനും പഠിക്കുകയും ചെയ്യുന്നതാണ് ജീവിതം. ഞാനൊരു കഥ പറയാം. ഒരു കൽമണ്ണിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മുക്കുറ്റി പൂ ഉണ്ടായിരുന്നു. ആ പൂ ഒരിക്കൽ അത് മുന്നോട്ട് നോക്കി ഒരു പൂന്തോട്ടം കണ്ടു. ആ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു. ആ പൂക്കളെ കണ്ടപ്പോൾ ഈ മുക്കുറ്റി പൂവ് അത് തന്റെ അമ്മയോട് ചോദിച്ചു. അവിടെ ആ പൂന്തോട്ടത്തിൽ മനോഹരമായി നിൽക്കുന്ന പൂന്തോട്ടത്തിൽ ഒരുപാട് റോസാപ്പൂക്കളും എല്ലാം തല ഉയർത്തി നിൽക്കുന്നു. എനിക്കും അവിടെ പോയി ജീവിക്കണമെന്ന്. അപ്പോ അതിന്റെ അമ്മ പറഞ്ഞു, ഒരിക്കലും അവിടെ പോയി ജീവിച്ചാൽ തനിക്ക് കൂടുതൽ കാലം അവിടെ നിൽക്കാൻ കഴിയില്ല. പിന്നീട് കുറച്ചു കഴിയുമ്പോഴേക്കും ആ ജീവിതം ഒഴിഞ്ഞുപോയി അവസാനിച്ചിട്ടുണ്ടായിരിക്കുമെന്ന്. അങ്ങനെ ആ ജീവിതത്തിൽ വാശിയോടെ ഈ മുക്കുറ്റിപ്പൂവ് ആ പൂന്തോട്ടത്തിൽ ജീവിക്കാനായി അത് അവരുടെ സമ്മതി വഴങ്ങാതെ തന്നെ ആ പൂന്തോട്ടത്തിൽ പോയി ജീവിച്ചു. ക്രമേണ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പൂവിന്റെ നിറം മങ്ങുകയും അതിന്റെ ഇതളുകൾ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ ആ മുക്കുറ്റിപ്പൂവിനോട് ആ കൽമൺ പടവിന്റെ ഉള്ളിൽ നിന്നും മറ്റുള്ളവര് വിളിച്ചു ചോദിച്ചു, അന്നേ പറഞ്ഞതല്ലേ അവിടെ പോയി ജീവിക്കേണ്ടെന്ന്, ഇപ്പോഴെങ്ങനെയുണ്ടെന്ന്. പക്ഷെ അപ്പോൾ ആ മുക്കുറ്റിപ്പൂവ് അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് ഞാൻ ജീവിക്കുന്നതാണ് ജീവിതം. ഇവിടെ ഞാൻ സൂര്യന് നേരെ വെല്ലുവിളിച്ച്, മഴയോട് അതിജീവിച്ച്, കാറ്റിനോട് പൊരുതി നിൽക്കുന്നു. ഇതാണ് ഞാൻ ആഗ്രഹിച്ച ജീവിതം എന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ആവർത്തന വിരസതകൾ, നമുക്ക് ഒരുപാട് പോസിറ്റീവ് മൈൻഡ് സെറ്റിലൂടെ നമുക്ക് ആവർത്തന വിരസതകൾ ഒഴിവാക്കി നമ്മുടെ ജീവിതം ഉയർത്താൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെക്കലും വിളമ്പലും അടിക്കലും തൂക്കലും തിന്നലും കുടിക്കലും മാത്രമായി ഒതുങ്ങി പോകുന്നതിന് പകരം നമ്മൾ ഓരോ ജീവിതത്തിലും നമ്മളതായിട്ട് ജീവിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുക. ജീവിതത്തിനോട് പൊരുതി നേടിയെടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരത്തിൽ ജീവനുള്ളപ്പോൾ മാത്രമാണ് പൂർണ്ണമായും നമുക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയുക. അപ്പോൾ ആവശ്യമുള്ളത് നമുക്ക് കഴിക്കാനും കുളിക്കാനും
ആവശ്യമുള്ളിടത്ത് പോവാനും ചിരിക്കാനും ഇഷ്ടപ്പെട്ടതെല്ലാം തിരഞ്ഞെടുക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരെ അനുമോദിക്കുവാനും അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവരെ അവരുടെ സാമീപ്യം ഉറപ്പുവരുത്താനും നമ്മൾ ഇതിലൂടെ കഴിയും. നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കാലിടറി പോവുകയാണ്. അതിൽ പതറാതെ കാലിടറാതെ സ്വന്തത്തെ അറിഞ്ഞ് നമ്മൾ ജീവിക്കാൻ നമ്മളെ സ്വന്തത്തെ അറിയുക, നമ്മളിലേക്ക് നോക്കുക, നമ്മളെ സ്നേഹിക്കുക, നമ്മൾക്ക് വേണ്ടി ജീവിക്കുക. അതാണ് തിരക്കിട്ട ഓരോരുത്തരും നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ തിരക്കിട്ട ജീവിതത്തിനിടയിൽ നാം നമുക്ക് വേണ്ടി പലതും മാറ്റി വെക്കുന്നു. ചിതയിൽ നിന്ന് നമുക്ക് എണീറ്റോടാൻ പറ്റും, പക്ഷെ ചിന്തയിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഓടാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള അസ്വാഭാവികമായിട്ടുള്ള ഒരുപാട് സങ്കീർണതകൾ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. അത്തരം ഘട്ടങ്ങളിലും ശാരീരികമായ അസ്വസ്ഥതകൾക്ക് പുറമെ മാനസികവും ബുദ്ധിപരവുമായ വിഹലതകളും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന പല രീതിയിലുള്ള അവഗണനകളും നമ്മെ തളർത്തുകയാണ്. അപ്പോഴും നമ്മൾ ജീവിതത്തിന് മുന്നിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് ജീവിതം നേരിടേണ്ടത് എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ പ്രതിസന്ധി ഘട്ടത്തിൽ കുടിയിരിക്കുകയാണ്. നമ്മളെ തളർത്തുന്നവരുടെ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ തളർത്തുന്നവർക്ക് മുന്നിൽ തളിർത്ത് നിൽക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള ശക്തിയും അതിന് നേടിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിലൂടെ പഠിച്ചിരിക്കണം. നമുക്കറിയാം, ഒരിക്കല് ഒരാള് വലിയ ഒരു ചാക്കുകെട്ടുമായി മുന്നോട്ട് പോകുകയായിരുന്നു. നടക്കാൻ വളരെ പ്രയാസപ്പെട്ടായിരുന്നു ആ ചാക്കുകെട്ടുമായി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു യാത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചാക്കിൽ ഇത്രയധികം ഭാരം പേറിക്കൊണ്ട് നടക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഈ ചാക്കിൽ അത്രയും എൻ്റെ ഇന്നലത്തെ ആകുലതകളും നാളത്തെ ആശങ്കകളുമാണ്. അപ്പോൾ ആ യാത്രക്കാരൻ ചോദിച്ചു, ആ ആകുലതകളും ആശങ്കകളും എന്നെ ഒന്ന് കാണിക്കൂ, ആ ചാക്കുകെട്ടൊന്ന് അഴിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ആ ചാക്കുകെട്ട് അഴിച്ച് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിന്റെ അകം ശൂന്യമായിരുന്നു. ആ യാത്രക്കാരൻ ചോദിച്ചു, ഇന്നലത്തെ ആകുലതകൾ അത് എന്നോ കഴിഞ്ഞു പോയിരിക്കുന്നു, ഇനി നാളത്തെ ആശങ്കകൾ അത് വരാനിരിക്കുന്നതേയുള്ളൂ. നമ്മുടെ ഇന്നത്തെ വരാനിരിക്കുന്നേ. എന്തിന് ഈ വെറുതെ ഈ ചുമടും താങ്ങി ഈ ചുമടും പേറി എന്തിനു മുന്നോട്ട് നയിക്കുന്നു? ഈ ചാക്കുകെട്ട് വളരെ ദൂരത്തേക്ക് എറിയുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ഓരോ ചാക്കുകെട്ടുമായാണ് നമ്മൾ നടന്നു കൊടുക്കുന്നത്. അത് പേറിക്കൊണ്ട് നടക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അത് എവിടെ വെക്കണം, എങ്ങനെ കൊണ്ടുപോകണം എന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഓരോരുത്തരും. എപ്പോഴും നമ്മുടെ ഹൃദയം ആകുലതകൾ കൊണ്ട് കനത്തു പോവുകയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഓരോരുത്തർക്കും അനുഭവങ്ങൾ, കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളും വീണ്ടും വീണ്ടും ഓർമ്മകൾ വരുമ്പോഴേനും വിഷാദം കൊണ്ട് നമ്മൾ മൂടിക്കൊണ്ടിരിക്കുന്നു. ദുഃഖം കൊണ്ട് കണ്ണും കാതും കരളും തകർന്നു പോവുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ അനുഭവിക്കുകയും തളരുക പോലും ചെയ്യാതെ കെട്ടുറപ്പോടെ നമ്മുടെ ജീവിതം എങ്ങനെയാണ് കരുത്തോടെ നേടിയെടുക്കേണ്ടത് എന്നതിൽ നമ്മൾ എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതം വരയ്ക്കുന്നത് നമ്മളാണ്. അത് മറ്റൊരാൾക്കും അതിന്റെ ബ്രഷ് കൊടുക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്താണ് വരയ്ക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് തീരുമാനമെടുക്കേണ്ടത് നമ്മളായിരിക്കണം. തളർന്നു പോകാനും തോറ്റുപോകാനും ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. അത് നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മളുടെ ജയപരാജയം. ജീവിതം എന്നും ഒരു തുടക്കമാവണം. അത് ഒരു തുടക്കമാവണം, അതൊരു ഒടുക്കമാവരുത്. ജീവിതം ഒരു കട്ടിലിലേക്ക് ചുരുങ്ങിപ്പോയ ഒരാൾ പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്നത് മരിക്കുന്നതിന് മുന്നേ ഒരു ഡയപ്പർ ഉപയോഗിക്കാതെ, എന്റെ സ്വന്തം ഡയപ്പർ ഉപയോഗിക്കാതെ ഈ ടോയ്ലറ്റിലേക്ക് ഒന്ന് പോവാനാണ് ഞാൻ ഏറ്റവും അധികം മരണത്തിന് മുന്നേ ആഗ്രഹിക്കുന്നത്. ഇന്ന് അദ്ദേഹം
ഒരു കട്ടിലിൽ കിടക്കുമ്പോൾ 2 പെൺകുട്ടികൾ വന്ന് അദ്ദേഹത്തിന് 2 നേരവും ഡയപ്പർ മാറ്റി കൊടുക്കുകയും ആ പൗഡർ ഇട്ട് അദ്ദേഹത്തെ വൃത്തിയാക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം അഭിമാനം കൊണ്ട് കണ്ണുകൾ അടക്കമായിരുന്നു. അദ്ദേഹം ഒരു നിഷേധിയായിരുന്നു, ഒരു മില്ലനിയർ ആയിരുന്നു. ഒരുപാട് ആരോടും ആരെയും അദ്ദേഹം വകവെക്കുമായിരുന്നില്ല. ഇന്ന് അദ്ദേഹം ഏറ്റവും അധികം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒന്ന് എണീച്ചു നിൽക്കാൻ കഴിയുക. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യവാന്മാർ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നവരും, അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട, നമ്മൾ വിചാരിക്കുന്ന പോലെ ഓരോ സിനിമാ നടന്മാരോ അല്ലെങ്കിൽ മില്ലനിയേഴ്സോ അല്ല സൗഭാഗ്യം കിട്ടിയ ആൾക്കാർ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുക, അതല്ല എങ്കിൽ വെളിയിലൊന്ന് ഇറങ്ങി നടക്കാൻ കഴിയുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയുക. അതുപോലെ തന്നെ ഇതൊക്കെ ഇന്ന് പലർക്കും ഒരു ലക്ഷറിയാണ്. കാരണം ഇന്ന് ജീവിതം ആസ്വദിക്കുന്നത് ഇതിലൊന്നും സൂപ്പർ സ്റ്റാറുകളോ മില്യനേഴ്സോ അല്ല ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളുടെ വില നാളെ നോക്കി തിരിച്ചറിയുന്നതിന് പകരം ഇന്ന് അത് മനസ്സിലാക്കി തിരിച്ചറിയാൻ കഴിയുന്നവരാണ് ജീവിതം ആസ്വദിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അറിയുക, നമ്മളെ അറിയുക, നമ്മളിലേക്ക് നോക്കുക. ഈ ജീവിത പാതയിൽ വരുന്ന കല്ലും മുള്ളും മണ്ണും തിരിച്ചറിഞ്ഞ് നേരായ വഴിയിലൂടെ നടക്കാൻ പറ്റുന്ന പല മാർഗങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതേപ്പറ്റി അറിഞ്ഞ് അതിലൂടെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ ഒരു അത്തരം ഒരു കോഴ്സിലൂടെയാണ് ഞാൻ ഈ ജീവിതത്തിലേക്ക് ജീവിതം മാറ്റിപ്പിടിച്ചത്. നന്നായി ജീവിക്കുക, അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ഏരിയയിലുള്ള സമൂഹത്തിന് വേണ്ടി നമ്മൾ നന്മകൾ ചെയ്യുക, പോസിറ്റീവായി നമ്മളെ മനോഭാവങ്ങൾ മാറ്റിയെടുക്കുക, ഗ്രാറ്റിറ്റ്യൂഡിലൂടെയും ഫോർഗിവൻസിലൂടെയും അഫർമേഷനിലൂടെയും നമ്മളെ ജീവിതം മാറ്റിയെടുക്കുക. നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ആറ്റിറ്റ്യൂഡ് ആക്കി എടുക്കുക. ഇങ്ങനെ എല്ലാ ആളുകൾക്ക് വേണ്ടിയും നമ്മൾ നന്നായി അവരെ സ്നേഹിക്കുക, സൃഷ്ടികൾക്ക് വേണ്ടി അവരുടെ സഹായങ്ങളും മറ്റുള്ളവും ചെയ്തു കൊടുക്കുക, ആളുകളുടെ മനസ്സിന് സാന്ത്വനം കൊടുക്കുക, സന്തോഷം കൊടുക്കുക, അവർക്കൊരു കൈത്താങ്ങായി നമ്മുടെ ജീവിതത്തിൽ അവരെ ചേർത്ത് പിടിക്കുക. ഒരു തണല് കിട്ടുമ്പോൾ മറ്റൊരാൾക്ക് കൂടി ഒരു തണല് കൊടുക്കാൻ നോക്കുക. ഒരു ഇൻസ്പിറേഷനായി നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൂടി നമ്മളെ കൊടുക്കുക. നാം എപ്പോഴും നമ്മെ ആദ്യം അറിയുക, നമ്മളിലേക്ക് നോക്കുക. നാം എപ്പോഴും നമ്മളെ ഹാപ്പിനെസ് ഒരിക്കലും വിട്ടുകൊടുക്കാതെ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ജീവിച്ച് മുന്നോട്ട് നയിക്കുക. ജീവിതം വളരെ അർത്ഥപൂർണമായ ഒരു ജീവിതത്തിൽ മാറ്റിയെടുക്കുക. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും ഗുണം ചെയ്യുന്നവരുടെ കൂട്ടത്തിലും, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കൂട്ടുകാരികൾക്കും നമുക്ക് വെളിച്ചം വീശാൻ കഴിയുന്ന രീതിയിൽ അവർക്കും നമുക്ക് കിട്ടിയ വെളിച്ചം അവർക്കും നൽകി കൊടുക്കുക. ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടാതെ, ജീവിതത്തിൽ പകച്ചു നിൽക്കാതെ ജീവിതം നേരിടുക തന്നെ ചെയ്യണം. അതിൽ നിന്നും പകച്ചു നിൽക്കാതെ പൊരുതിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുക. ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെ ജീവിക്കുക. അത് കരകളെയും പച്ചപ്പിടിക്കുകയും ജീവജാലങ്ങൾക്ക് കുടിനീർ നൽകുകയും ചെയ്യുന്നു. അതുപോലെ ആയിരിക്കട്ടെ നമ്മൾ എല്ലാവരുടെയും ജീവിതം എന്ന് ജീവിതത്തിന് വേണ്ടി അത്തരം ജീവിതമായിരിക്കട്ടെ നമ്മൾ എല്ലാവരുടെയും ജീവിതം എന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.